മണിക്കൂറുകളുടെ യുദ്ധഭീതി, ഒപ്പം തന്നെ ആശങ്കകൾ, അതിനെല്ലാം തന്നെ ഒരു പരിസമാപ്തി ഉണ്ടാകുമോ? ആ പ്രതീക്ഷ വളർന്നു വന്ന ഒരു മണിക്കൂറാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് ഒമാൻ തുടങ്ങി വെച്ചു, ഇറാനുമായി ചർച്ച. അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നു ഇറാന് അത്തരത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധതയുണ്ടെങ്കിൽ താനും സംസാരിക്കാൻ തയ്യാറാണ് പുതിയ നേതൃത്വവുമായി എന്നെടുത്തു പറയുന്നു ഡൊണാൾഡ് ട്രംപ് എന്നാണ് മറ്റൊരു മാധ്യമം അതിനെ കോട്ട് ചെയ്യുന്നത്. അൽ ജസീറ ആ രീതിയിൽ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ അത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്നും നേരിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുമില്ല. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി. മധു, നേരത്തെ മധു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെങ്കിൽ ട്രംപ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തു വരുന്നത് ഈ ട്രൂത്ത് സോഷ്യൽ വന്നത് പറയുക എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ എങ്കിലും പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. കാരണം ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ഒന്ന് ഒമാൻ വിദേശകാര്യമന്ത്രിയാണ്. ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷിയുമായി സംസാരിച്ചു എന്ന് പറയുന്നു. ഇറാൻ തയ്യാറാണെന്ന് പറയുന്നു. ഈ ശ്രമങ്ങൾ, ഈ ചർച്ച, ഇതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ സാധ്യമാകും എന്നതൊരു സുപ്രധാന ചോദ്യമാണ്. കാരണം ആ രീതിയിൽ കലാപകലുഷിതം അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അതിന് പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മേഖല ഒന്നാകെ. പ്രജിൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയായ ഫ്ലോറിഡയിലെ മയാമിയിലെ മാഴ-എ-ലഗോയിലാണ് ഇപ്പോഴുള്ളത്. അവിടെ വെച്ച് അറ്റ്ലാന്റിക് മാഗസിൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ജെഫ്രി ബോൾബർഗ് എന്ന് പറഞ്ഞ അവരുടെ എഡിറ്റർ ഇൻ ചീഫുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ വാർത്ത ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് മാഗസിൻ ഇത്രയും പാരമ്പര്യമുള്ള ഒരു മാഗസിനാണ്. തന്നെയുമല്ല, ഈ വാർത്ത അതേ രീതിയിൽ തന്നെ അറ്റ്ലാന്റിക് മാഗസിൻ ഇത് ബ്രേക്ക് ചെയ്ത കാര്യം അമേരിക്കയിലെ മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വാർത്തയ്ക്ക് ഈ ട്രംപിന്റെ വന്നില്ലെങ്കിൽ തന്നെ അതിനൊരു സ്ഥിരീകരണം കൊടുക്കത്തക്ക രീതിയിലുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു കമന്റാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ നമുക്ക് ഈ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ലഭിക്കുന്നു എന്നുള്ളത് നല്ല സൂചനയാണ്. നേരത്തെ അസിദയും സൊഹൈലും പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്. അതായത് ഖമേനിയാണ് എലിമിനേറ്റഡ് ആയിരിക്കുന്നത്. അമേരിക്കയിലെ കണ്ണിലെ കരടാണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ അപ്പുറം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ വിരുദ്ധത വഴി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി പോലെയുള്ളവരെ കൃത്യമായി ഉപയോഗിച്ച് അമേരിക്കയ്ക്കെതിരെ ഒരു ശക്തമായ ഒരു നിലപാടെടുത്ത ഒരാളാണ് ഇപ്പോൾ എലിമിനേറ്റഡ് ആയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്സ് നൽകുമ്പോൾ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ജാർഡ് കുഷ്ണറും പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. മതപുരോഹിതന്മാർ ഈ നയതന്ത്ര ചർച്ചകളിൽ ഇടപെടുന്നത് കാരണമാണ് ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖമേനി പോയതോടുകൂടി ഡൊണാൾഡ് ട്രംപ് അയയുവാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ട്രംപിനെ പോലുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എക്സിറ്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം നെതന്യാഹുവിനെ പോലെ ഒരു കടുംപിടുത്തക്കാരനെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റും എന്നാണ്. കാരണം ഈ വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ്, ഒരുപക്ഷെ ഖമേനിയെ ലൊക്കേറ്റ് ചെയ്ത ഇന്റലിജൻസ് ആയിരിക്കാം വാഷിംഗ്ടണിലെത്തി ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം ഉറപ്പിച്ച് എടുത്തതും ആദ്യ മണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുമായിരുന്ന കാര്യം. പട്ടാപ്പകലാണ് ഈ യുദ്ധത്തിന് തെരഞ്ഞെടുത്ത സമയം. 30 ബോംബുകളാണ് തുടർച്ചയായിട്ടിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഖമേനിയുടെ വിശ്വസ്തർ ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം ആ നിമിഷത്തിന് വേണ്ടിയായിരുന്നു അമേരിക്കയും ഇസ്രായേലും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രധാന വിഷയം ഒഴിഞ്ഞു പോയി. ഈ യുദ്ധം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിൻ, യെസ്, ആ യുദ്ധം അവസാനിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് പ്രശംസനീയമാണ്. പ്രത്യേകിച്ചും ഒമാനെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും PP ജെയിംസും KR ഗോപികൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം KR ഗോപികൃഷ്ണനിലേക്ക്. GK, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ മാറുന്നത് സമാധാനത്തിന്റെ ഒരു നേരിയ കിരണം അത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു സമാധാന ശ്രമത്തിന്റെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഇറാൻ അറിയിച്ചു എന്ന വാർത്ത തന്നെ അതേ പ്രതീക്ഷാ നിർഭരമാണ്. ഈ ഘട്ടത്തിൽ അത്രമേൽ കലാപകലുഷിതമാണ് മധ്യപൂർവേഷ്യ എന്ന് പറയാം. ഒമാൻ എന്ന രാജ്യം, ഒമാനും ഇറാനും തമ്മിലുള്ള വർഷങ്ങളായുള്ള ദൃഢമായ ബന്ധം, അതൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ട് ദുഃഖം തുറമുഖത്ത് ഉണ്ടായ ഇറാന്റെ ആക്രമണം അതൊന്നും തന്നെ ആ രാജ്യത്തെ പിന്നോട്ടടിച്ചില്ല എന്നാണ്. ഒമാൻ വീണ്ടും ഒരു സമാധാന ശ്രമത്തിലുള്ള ശ്രമം നടക്കുന്നു. അരക്ഷിയുമായി സംസാരിക്കുന്നു വിദേശകാര്യമന്ത്രി ഒമാന്റെ. ആ രീതിയിൽ അൽ ബുസൈദ് നടത്തിയ ഈ ഒരു നീക്കം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മണിക്കൂറിൽ മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം ഒമാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ കാണാം ഒമാന്റെ ഈ ഇത്തരത്തിലുള്ളൊരു നീക്കത്തെ? ഈ
പ്രിജിൻ, എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയുന്നത് പോലെയാണ് സാഹചര്യങ്ങൾ മാറുന്നത്. ഇത് തന്നെയാണ് നമ്മൾ 2025 ജൂണിലും കണ്ടത്. അന്ന് 12 ദിവസം നീണ്ടുനിന്ന ആക്രമണമായിരുന്നു. അതിനൊടുവിലും ഇതുപോലെ സമാധാന ശ്രമങ്ങൾക്ക് സന്നദ്ധത അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആണവ പരിപാടി റദ്ദാക്കണമെന്നും അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ കുറേ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, ആഴ്ചകളായി നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഇതെല്ലാം കുറെ കൂടി അനുകൂലമായ ഒരു സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുറെ കൂടി ശുഭപ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ മാറുന്നു എന്ന് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞ ഘട്ടത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനുമേൽ നടത്തുന്നത്. ഇറാന്റെ തന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല, കാരണം ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലെല്ലാം ഭംഗിയായി പോകുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ സമാധാനത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ഒമാൻ മധ്യസ്ഥ നീക്കങ്ങൾക്ക് ഇറങ്ങുകയാണ്, ചർച്ചകൾക്ക് ഇറങ്ങുകയാണ്. പക്ഷേ 2025 സ്ഥിതിഗതിയിൽ നിന്ന് ധാരാളം മാറ്റങ്ങൾ ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്തവരുടെ നഷ്ടമാണ് അയത്തുള്ള അലി ഖംനയെ വധിച്ചു എന്നത്. അതുകൊണ്ടാണ് അതിൽ ഞങ്ങൾ പകരം ചോദിക്കും എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, എനിക്കറിയാം ഖംനയി ഒളിച്ചിരിക്കുന്ന താവളം ഈ ഭൂഗർഭ അറകളിൽ എവിടെയാണ് ഖംനയി ഉള്ളതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അത്രയും മോശമായ ഒരു മരണമല്ല ഖമനയ്ക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറി. ഖമനയി ഉൾപ്പെടെ ആ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ അമേരിക്ക വധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ച്, ഇറാന്റെ പൊതുബോധത്തെ സംബന്ധിച്ച് ഒരിക്കലും അവർക്ക് മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഒരു സമാധാനത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ, അതല്ലെങ്കിൽ ഇറാന്റെ പുതിയ ഭരണ സംവിധാനങ്ങൾ ഒരിക്കൽ കൂടി സുശക്തമായ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാവകാശം എന്ന നിലയിലൊക്കെ ആയിരിക്കും ഇറാൻ ഈ സമയത്തെ കാണുന്നുണ്ടാവുക എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതിലെ സമാധാന ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. അമേരിക്കയുടെ സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിലൊക്കെ പരിക്കേൽക്കുന്നത് ഖത്തറും UAEയും സൗദിയും അതുപോലെ തന്നെ അബുദാബി, ദുബായ് പോലെയുള്ള രാജ്യങ്ങളാണ്, UAE പോലെയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തുക എന്നതാണ്. അല്ലെങ്കിൽ മേഖലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ഇത് ഒരു സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് മാറാനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഈ യുദ്ധത്തിൽ പക്ഷം പിടിച്ചു നിൽക്കുന്ന ഇപ്പോൾ ചൈനയും റഷ്യയും ഒക്കെ ഇറാന് പിന്തുണയായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ യുദ്ധമുഖത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ, അത്തരം അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്ന നിലയ്ക്ക് ഒമാൻ ഇപ്പോൾ വീണ്ടും ഒരു മധ്യസ്ഥ നീക്കത്തിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി എന്നതിനെ വലിയ കാര്യമായി തന്നെ നമ്മൾ കാണണം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ചർച്ചകൾക്ക് എന്നാണ്. ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ താൽക്കാലികമായ ഒരു വിരാമത്തിനെങ്കിലും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് ഫലം കാണുമോ? അത് അങ്ങനെ ഫലം കാണുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന, എന്തൊക്കെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഈ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതേ സാഹചര്യങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ തവണ ഈ ഏതാണ്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ ആ ആക്രമണം നടന്നിട്ട്, അന്നും ഇറാൻ എടുത്തൊരു നിലപാട്, ആണവ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ 1 ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല, ആ കാര്യങ്ങളിൽ ഇനി ഒരു അന്താരാഷ്ട്ര ഏജൻസിയെയും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ പ്രതിനിധികളെയും ഇനി ഇൻസ്പെക്ഷന് വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് ലോകത്തിനൊന്നാകെ ഭീഷണിയാണ് എന്ന ഒരു സ്ലോഗൻ അത് നിരന്തരം അമേരിക്കയും ഇസ്രയേലും ആവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഇസ്രയേൽ ഒരു പുതിയ കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നതാണ്. അത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ, അത് ഏതാണ്ട് 8000 കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകൾ രൂപപ്പെടുത്തിയെടുത്താൽ അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയിൽ കഴിയാൻ പോകുന്നത് അമേരിക്കയാണ് എന്ന വാദമാണ് ഇസ്രയേൽ ഉയർത്തുന്നത്. അങ്ങനെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും ഇസ്രയേലിന്റെ ചിരകാല വൈരി എന്ന നിലയിൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കുമൊക്കെ അമേരിക്കയെ കൂട്ടുപിടിക്കാൻ തരാതരമായി ഇസ്രായേൽ ഓരോരോ ന്യായങ്ങൾ പറയാറുണ്ട്. അതൊക്കെ വിശ്വസിക്കുകയും അതിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക
അമേരിക്കയുടെ ഇന്നത്തെ നിലപാടുകൾ അതിന് ഡൊണാൾഡ് ട്രംപ് സ്വന്തം നാട്ടിൽ എങ്ങനെ വിശദീകരിക്കും, എങ്ങനെ മറുപടി പറയും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇതിൽ ആത്യന്തികമായ ഗുണഭോക്താവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി ഇതിന്റെ ഗുണഭോക്താവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുണ്ട്, മലയാളികൾ ഉൾപ്പെടെ. ഇറാനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തിയിട്ടുണ്ട്. അതുപോലെ ഗൾഫ് മേഖലകളിൽ ഇപ്പോൾ അശാന്തി പടരുമ്പോൾ അവിടെ ദശലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ നാട്ടുകാർ അവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുക, അങ്ങനെ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കുക, അങ്ങനെ എല്ലാം കൊണ്ടും യുദ്ധമുണ്ടാക്കുന്ന ഭീതിയെയും യുദ്ധമുണ്ടാക്കുന്ന കെടുതികളെയും യുദ്ധമുണ്ടാക്കുന്ന ആൾനാശത്തിൽ നിന്നുമൊക്കെ ഒരു മോചനം, അതിന് സാധ്യതയുണ്ടാക്കുന്നതാണ് ഒമാന്റെ ഇടപെടലെങ്കിൽ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.